Radio Library. Radio Library with RJ Radish. ഹലോ, എല്ലാവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഈ അതിജീവനത്തിന്റെ കഥകൾ കേൾക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അത്തരത്തിലൊരു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് റേഡിയോ ലൈബ്രറിയിലൂടെ. അപ്പൊ ഇന്ന് ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് നിരവധി പുസ്തകങ്ങൾ നമ്മളുടെ കൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ചിത്ര ശിവനാണ്. ചിത്ര ശിവൻ, നമസ്കാരം. റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നമസ്കാരം രതീഷ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിജീവനത്തിന്റെ കഥയാണ് സുധാ മേനോൻ എഴുതിയ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് 6 രാജ്യങ്ങളിൽ നിന്നുള്ള 6 സ്ത്രീകളുടെ അസാധാരണമായ ജീവിതത്തെയും അവർ അനുഭവിച്ച അതുല്യമായ സഹനങ്ങളുടെയും അവരുടെ അവിശ്വസനീയമായ അതിജീവനവും അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ്. ഈ 6 സ്ത്രീകളുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ 6 അധ്യായങ്ങളിലൂടെ പുസ്തകം ദൃശ്യമാക്കാൻ ശ്രമിക്കുന്നത് 6 ദേശരാഷ്ട്രങ്ങളുടെ സംസ്കൃതിയുടെയും ചരിത്രങ്ങളുടെയും വേദനിപ്പിക്കുന്ന കണ്ണാടി കാഴ്ചയാണ്. ചരിത്രത്തെ രേഖപ്പെടുത്താതെ പോയ ഇരകളുടെ ഓർമ്മ പുസ്തകമാണിത്. നഷ്ടപ്പെട്ടുപോയ ബാല്യങ്ങളുടെ, അപഹരിക്കപ്പെട്ട ശബ്ദങ്ങളുടെ, നിത്യമായ വിശപ്പിന്റെ, അതിലില്ലാത്ത നിസ്സഹായതയുടെ കനലെരിയുന്ന ഓർമ്മകൾ. സുധാ മേനോൻ എഴുതിയ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ, അതാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകം അക്ഷരാർത്ഥത്തിൽ വായനക്കാരുടെ മനസ്സിൽ ഒരു കണ്ണീർ പുഴ സൃഷ്ടിക്കുകയാണ്. വായന കഴിഞ്ഞ് ഇത്ര മാസങ്ങളായിട്ട് പോലും അത് വറ്റാതെ ഒഴുകുകയാണ്. കാരുണ്യം മനസ്സിലുള്ള ഒരാൾക്കും ഈ വായനയിൽ നിന്ന്, ഈ അനുഭവങ്ങളിൽ നിന്ന് മോചനം കിട്ടുക അസാധ്യമാണ്. 6 രാജ്യങ്ങളിലെ 6 പെൺജീവിതങ്ങളുടെ സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും വിവരണമാണ് ഈ പുസ്തകം എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ശ്രീലങ്കയിലെ ജീവലത, പാകിസ്ഥാനിലെ സൈറ, അഫ്ഗാനിസ്ഥാനിലെ പർവീൺ, ബംഗ്ലാദേശിലെ സഫിയ, നേപ്പാളിലെ ശ്രേഷ്ഠ തമാങ്, ഇന്ത്യയിലെ രേവമ്മ എന്നിവരാൽ പറഞ്ഞു വെക്കപ്പെടുന്ന ഒരിക്കലും അവസാനിക്കാത്ത ഈ ദുരന്ത കഥകൾ വായനക്കാരെ എത്ര ആഴത്തിൽ മുറിവേൽപ്പിക്കുമ്പോൾ അത് അനുഭവിച്ച ഇവരെ പോലുള്ള അനേകായിരം സ്ത്രീകളുടെ വേദനകളെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ 6 രാജ്യങ്ങൾ, 6 സ്ത്രീകൾ, 6 ചരിത്രം, 6 സംസ്കാരം. ഈ 6 രാജ്യങ്ങളിലെയും സ്ത്രീ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എങ്കിലും അവർ അനുഭവിച്ച വേദനകൾ, കടന്നുപോയ അനീതി, കഠിനമായ നിരാശ, ആണധികാരത്തിന്റെ ഉന്മാദങ്ങൾ എല്ലാം ഒരുപോലെയായിരുന്നു. ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും രാഷ്ട്രീയത്തെയും അതിലംഘിക്കുന്ന ഒരു ഏകത ഈ അനുഭവങ്ങളിൽ കാണാൻ കഴിയും. ഉപേക്ഷയുടെയും ആലസ്യത്തിന്റെയും അധികാരത്തിന്റെയും രാഷ്ട്രീയം മാത്രം അറിയാവുന്ന ഭരണാധികാരികളുടെ മഹാമൗനം, സാധാരണ മനുഷ്യരിൽ നിന്ന് അപഹരിക്കപ്പെട്ട നീതിയെക്കുറിച്ച് നിശബ്ദരാവുന്ന സഹതാപത്തിന്റെയും ദയയുടെയും കാരുണ്യത്തിന്റെയും മാത്രം കഥകൾ ആഘോഷിക്കുന്ന മാധ്യമങ്ങളും പൊതുസമൂഹവും. ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പാ ദശകത്തിലെ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഓരോ അധ്യായവും തുടങ്ങുന്നത് ഓരോ കവിതാശകലങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ എഴുത്തുകാരി സുധാ മേനോൻ ആമുഖത്തിൽ പറയുന്നുണ്ട്, അപകർഷതകളുടെയും ആത്മനിന്ദകളുടെയും അവഗണനകളുടെയും പാറക്കെട്ടുകൾ മാത്രം ചവിട്ടി നടന്ന നിസ്സഹായമായ എന്റെ കൗമാരകാലത്താണ് ലോകം നിരവധി യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും വംശഹത്യകൾക്കും സാക്ഷ്യം വഹിച്ചത്. ശ്രീലങ്കൻ വംശീയ യുദ്ധവും ഗൾഫ് യുദ്ധവും സോവിയറ്റ് യൂണിയന്റെ പതനവും സൊമാലിയൻ യുദ്ധവും ബോസ്നിയയിലെയും കൊസോവോയിലെയും വംശഹത്യയും ദീർഘകാലം നീണ്ടുനിന്ന അഫ്ഗാൻ യുദ്ധവും സുനാമിയും ഭൂകമ്പങ്ങളും നടന്നത് എന്റെ വിദ്യാർത്ഥി ജീവിതകാലത്തായിരുന്നു. ഹിംസകളുടെ, പലായനങ്ങളുടെ, പ്രാണനുരുകുന്ന വേദനകളുടെ നരകചരിത്രം നമുക്ക് മുന്നിൽ തുറന്നിട്ട കരൾ പിളരും കാലം. എങ്കിലും ഏതൊരു സാധാരണ മലയാളിയെയും പോലെ ഇടയ്ക്കിടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും എത്തിനോക്കി തിരികെ പോകുന്ന സംഭവങ്ങൾ മാത്രമായിരുന്നു പലപ്പോഴും എനിക്ക് യുദ്ധവും വംശഹത്യയും വിഭജനവും പലായനവും. തീയതികളും രാജ്യങ്ങളും ഭൂപടത്തിലെ കൃത്യമായ സ്ഥാനവും ജയിച്ചവരുടെ പേരു മാത്രം ഉരുവിട്ടു പഠിക്കേണ്ടുന്ന വെറും പൊതുവിജ്ഞാനം, കറണ്ട് അഫയേഴ്സ്. വിദൂരദേശങ്ങളിലെ മനുഷ്യരുടെ ചരിത്രവും വർത്തമാനവും ഭാവിയും അതിലപ്പുറം എന്നെ ബാധിച്ചിരുന്നില്ല. കാരണം കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അക്രമോത്സുകരായ സമീപകാല ചരിത്രത്തിൽ എങ്ങോ അതുണ്ടാക്കുന്ന ആഴമേറിയ മുറിവുകളെയോ അതിജീവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. പിന്നീട് ജോലിയുടെ ഭാഗമായി പല രാജ്യങ്ങൾ സന്ദർശിക്കുകയും യുദ്ധത്തിന്റെയും വംശീയ കലാപത്തിന്റെയും പ്രകൃതി ദുരന്തത്തിന്റെയും ഇരകളെ നേരിട്ട് കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെയാണ് ആ മനുഷ്യർ കടന്നുപോയതെന്ന് മനസ്സിലായത്.
2003 മുതലുള്ള നീണ്ട കാലയളവിൽ ഗവേഷകയായും പ്രോഗ്രാം മാനേജറായും കൺസൾട്ടന്റായും പ്രവർത്തിച്ചത് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ഏറ്റവും നിർധനരും നിസ്സഹായരുമായ സ്ത്രീകൾക്കിടയിലായിരുന്നു. നമ്മളിൽ നിന്നും മറയ്ക്കപ്പെട്ട അദൃശ്യമായ ഒരു ലോകം അവരിലൂടെ എനിക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു. അപരിഹാര്യമായ പ്രശ്നങ്ങളുടെയും സംഘർഷങ്ങളുടെയും ദുരന്തങ്ങളുടെയും അമാനവികസമായ ഒരു ലോകം, മരണത്തെക്കാളും വേദനിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ഭരണകൂടം നൈതികമായ ചുമതലകളിൽ നിന്ന് ഒളിച്ചോടുകയും സാധാരണ മനുഷ്യരെ വെറും ഇരകളാക്കി മാറ്റുകയും ചെയ്യുന്ന നേർക്കാഴ്ചയാണ് ഞാൻ ഈ രാജ്യങ്ങളിൽ കണ്ടത്. നിരത്തിൽ പിടഞ്ഞു വീണു മരിച്ച കുഞ്ഞുങ്ങളും, ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികളും, കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട യുവതികളും, ആത്മഹത്യ ചെയ്ത നിരവധി മനുഷ്യരും ഒക്കെ പേരില്ലാത്ത, മുഖമില്ലാത്ത, ബുദ്ധിയില്ലാത്ത പുറമ്പോക്ക് മനുഷ്യർ മാത്രമാകുന്ന വേദനാജനകമായ അവസ്ഥ. ഈ കൊടും ദുരിതങ്ങൾക്കിടയിലും സ്ത്രീവിരുദ്ധതയും പുരുഷാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതവുമായ ഒരു സമൂഹത്തിന്റെ ചങ്ങലക്കെട്ടുകളെയും മനുഷ്യവിരുദ്ധമായ നിയമങ്ങളെയും അവർ നേരിടുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ പുസ്തകം ശ്രമിക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാണ്, ഞാൻ കണ്ടുമുട്ടിയ സ്ത്രീകളുടെ അനുഭവ കഥകളിലൂടെ. ഇതിലെ 1-ാം അധ്യായം ശ്രീലങ്ക, മീൻപാടും തേൻ രാജ്യം. ഈ അധ്യായത്തിലാണ് ജീവലതയെക്കുറിച്ച് നാം അറിയുന്നത്. 1975 തുടങ്ങിയതാണ് ജീവലതയുടെ ദുരന്ത ജീവിതം. പ്രണയത്തിന്റെ ഉന്മാദവും ജീവിതത്തിലെ വസന്തവും അനുഭവിക്കാൻ കഴിയാതെ നെരിപ്പോടിൽ നീറിപ്പോയ, പലായനത്തിന്റെ മുറിവുകൾ മാത്രം അനുഭവിച്ച ഒരു സ്ത്രീ. അച്ഛനെ, അമ്മയെ, ഓമന മകളെ, മകനെ, ഡോക്ടറാകാൻ കൊതിച്ച ഭൂതകാലത്തെ, ജനിച്ചു വളർന്ന ജാഫ്നയിലെ ചെങ്കല്ലുകൊണ്ടു പണിത വീടിനെ, സ്വപ്നങ്ങളെ ഒക്കെ യുദ്ധം കവർന്നെടുത്തു. പക്ഷെ എഴുതപ്പെട്ട യുദ്ധചരിത്രങ്ങളിലൊന്നും ജീവലതയുടെ കഥയുണ്ടാവില്ല, ഒരിക്കലും. എല്ലാ യുദ്ധങ്ങളും വംശീയ കലാപങ്ങളും ആത്യന്തികമായി ബാധിക്കുന്നത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണെന്ന് അവർക്കറിയാം. സിംഹളരും തമിഴരും ഒരുപോലെ അത് അംഗീകരിച്ചു കഴിഞ്ഞു. സ്ത്രീ ശരീരം വംശീയ രാഷ്ട്രീയത്തിന് ഉഴുതുമറിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമായിരുന്നു എന്ന് ശ്രീലങ്കയിലെ ഓരോ സ്ത്രീയും വേദനയോടെ തിരിച്ചറിഞ്ഞു. ജീവയുടെ മകൻ വേൽമുരുകൻ ജാഫ്ന കത്തിയെരിയുന്ന ഒരു ദിവസം അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മ, നമുക്ക് ചൈനക്കാരുടെ മുഖം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവരെ എല്ലാവരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അപ്പോൾ നിറം നോക്കി അവർക്ക് നമ്മളെ തിരിച്ചറിയാനും വെടിവെക്കാനും പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും കഴിയില്ലല്ലോ. എന്തിനാ നമ്മൾ ഇത്ര കറുത്തുപോയത്? അതുകൊണ്ടല്ലേ സിംഹളക്കുട്ടികൾ എന്നെ കാണുമ്പോൾ മുഖത്തു തുപ്പുന്നത്? മനുഷ്യർ സൃഷ്ടിച്ച എത്രയെത്ര ദുർവിധികളാണ് ഓരോയിടത്തും മനുഷ്യജീവിതങ്ങളെ തന്നെ നിരന്തരം താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെയുടെ തലമുറ വംശീയ യുദ്ധത്തിന്റെ വീരകഥകൾ പാടി നടക്കും, ഒരു കുറ്റബോധവുമില്ലാതെ. ഇതിലെ 2-ാം അധ്യായം പാകിസ്ഥാൻ, അപഹരിക്കപ്പെട്ട ആകാശങ്ങൾ. ഈ അധ്യായത്തിൽ പാകിസ്ഥാനിലെ സൈറയുടെ ജീവിതം പറഞ്ഞുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. കിഴക്കൻ യുപിയിൽ നിന്നും വിഭജനകാലത്ത് പാകിസ്ഥാനിലേക്ക് അഭയാർത്ഥിയായി എത്തിയ ഒരു സാധു സ്ത്രീയുടെ മകളാണ് സൈറ. ഒരു ജന്മിയുടെ തോട്ടത്തിലെ കാവൽക്കാരനായിരുന്നു ബാപ്പ. വർഷങ്ങൾക്കിപ്പുറം സൈറയുടെ കൂട്ടുകാരി ഹാജിറയെ കാത്തിരുന്നതും അത്തരമൊരു വിധിയായിരുന്നു. പരാതിയുമായി അധികാരികളുടെ അടുത്തു പോയ ഹാജിറയിൽ ശിക്ഷ നടപ്പിലാക്കപ്പെട്ടു. വീട്ടിൽ നിന്നും ദുസ്സഹമായ പീഡനം സഹിക്കാനാവാതെ ഒളിച്ചോടുന്ന സ്ത്രീകളെ, പ്രണയിക്കുന്ന കുഞ്ഞു പെൺകുട്ടികളെ, പുരുഷന്മാരെ ചോദ്യം ചെയ്യുന്ന ഭാര്യമാരെ, സർദാരിന്റെ ഇഷ്ടത്തിനു വഴങ്ങാത്ത വിധവകളെയൊക്കെ കുടുംബ ഗോത്ര പൗരോഹിത്യ ജന്മിക്കൂട്ടായ്മ കൊല്ലുന്ന മനുഷ്യവിരുദ്ധമായ ഒരു ആചാരമാണ് കരോക്കാരി. ഈ അധ്യായത്തിൽ സൈറ ചോദിക്കുന്നുണ്ട്, വിസയും വിമാനവുമില്ലാതെ എന്നെങ്കിലും തോണിയിൽ സിന്ധു നദി മുറിച്ചു കടന്ന് കച്ചിയിലെ ബസ്തിയിലിരുന്ന് ചിത്രത്തുന്നലുകൾ നടത്തുന്ന ഇന്ത്യയിലെ എൻ്റെ സഹോദരിമാരെ എനിക്ക് കാണാൻ പറ്റുമോ? സൈറ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തിനാണ് നമ്മൾക്ക് അതിർത്തികൾ? പട്ടിണിയും അധ്വാനവും തീരാരോഗവും വരൾച്ചയും പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യവും നൽകാതെ തളച്ചിടലും ഒക്കെ രണ്ടിടത്തുമില്ലേ? പിന്നെ ആർക്കു വേണ്ടിയാണ് യുദ്ധങ്ങൾ? ആരു ജയിച്ചാൽ എനിക്കെന്ത് കാര്യം? എൻ്റെ വെള്ളം ഞാൻ തന്നെ കോരണം, എനിക്കുണ്ണ ഞാൻ തന്നെ വയലിൽ പണിയണം, ബദീനിലെ കടലിൽ ഞാൻ തന്നെ ഇറങ്ങി മീൻ പിടിക്കണം. എല്ലാ നാടുകളിൽ നിന്നെത്തിയ സാധുക്കളായ എല്ലാ സ്ത്രീകൾക്കും അതേ ഭാവം തന്നെയായിരുന്നു. ദേശവും രാഷ്ട്രവും ഒക്കെ പകച്ചുപോകുന്ന നിസ്സഹായമായ പെൺനോട്ടങ്ങൾ എഴുത്തുകാരിയെ മാത്രമല്ല വായനക്കാരെയും ചുട്ടുപൊള്ളിക്കുന്നത് ആ നോട്ടങ്ങളുടെ ഓർമ്മയാണ്, ഒപ്പം ഉത്തരമില്ലാത്ത ആ ചോദ്യങ്ങളും. ഇതിലെ 3-ാം അധ്യായം അഫ്ഗാനിസ്ഥാൻ, കാറ്റിൽ ഉലയാത്ത ഒറ്റമരങ്ങൾ എന്ന അധ്യായം തുടങ്ങുന്നത് റോയ എന്ന അഫ്ഗാൻ കവയിത്രിയുടെ കവിതയോടെയാണ്. എനിക്കിഷ്ടമാണ് ആരാകാനും ഒരു തത്ത, ഒരു പെണ്ണാട്, ഒരു പേടമാൻ കുഞ്ഞ്, ചില്ലയിലിരുന്നാടുന്ന ഒരു കുഞ്ഞിക്കുരുവി, അങ്ങനെ എന്തും. ഈ ഭൂമിയിൽ ഒരു അഫ്ഗാൻ പെണ്ണൊഴിച്ച് മറ്റെന്തും. ഈ വരികളിൽ സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ ദുരിതവും മറിഞ്ഞുകിടക്കുന്നു. അവരുടെ അസ്വാതന്ത്ര്യങ്ങൾ, അവരുടെ അടിച്ചമർത്തപ്പെട്ട അഭിലാഷങ്ങൾ, അവരുടെ കുഴിച്ചു മൂടപ്പെട്ട സ്വപ്നങ്ങൾ, അങ്ങനെ എല്ലാം. വൻശക്തികളുടെ അധികാര മത്സരം താറുമാറാക്കിയ അഫ്ഗാനിസ്ഥാന്റെ ചരിത്രവും ജീവിതവും ഈ അധ്യായത്തിൽ പറയുന്നു. ആഭ്യന്തര യുദ്ധത്തിന്റെ വേദനകൾ ശ്രീലങ്കയിലും അഫ്ഗാനിസ്ഥാനിലും ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിച്ചു. ജീവയുടെയും പർവീണിന്റെയും ജീവിതത്തെ നിയന്ത്രിച്ചത് അവർ പങ്കാളികളല്ലാത്ത ഇത്തരം യുദ്ധങ്ങളായിരുന്നു.
വെറുപ്പും വംശീയ യുദ്ധവും വൈറസിനേക്കാൾ തീക്ഷ്ണമായി സമൂഹത്തിൽ പരക്കുന്നതിന്റെ അനുഭവ സാക്ഷ്യം. കാബൂൾ നദി പോലെയാണ് ഓരോ അഫ്ഗാനി സ്ത്രീയുടെയും പ്രതീക്ഷകൾ. മിക്കവാറും വരൾച്ചയാണ്. ഹിന്ദുക്കുഷിലെ മഞ്ഞുരുകിയാൽ മാത്രമേ നദിയിൽ വെള്ളം നിറയൂ. അതുപോലെ മഞ്ഞുരുകാനുള്ള അനന്തമായ കാത്തിരിപ്പാണ് ഓരോ സ്ത്രീയുടെയും നിത്യജീവിതം. ബംഗ്ലാദേശ് ഷട്ടുകളുടെ ഗാനം എന്ന ഇതിന്റെ 4-ാം അധ്യായത്തില് കെട്ടിടം ഇടിഞ്ഞു വീണു മരിച്ചുപോയ ദമ്പതികളെക്കുറിച്ചും അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ആഗോള കമ്പനികൾ എങ്ങനെയാണ് വളരെ തുച്ഛമായ കൂലി കൊടുത്ത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും ജീവനും ഊറ്റിപ്പിഴിയുന്നതെന്നും കാണിച്ചു തരുന്നുണ്ട്. 2013 ഏപ്രിൽ 24-ാം തീയതി ധാക്ക നഗരത്തിലെ റാണ പ്ലാസ എന്ന പഴഞ്ചൻ 8-നില കെട്ടിടം തകർന്നു വീണു. 1121 പേർ മരിക്കുകയും 4000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത് നിരവധി വസ്ത്രനിർമ്മാണ ഫാക്ടറികളായിരുന്നു. അവയെല്ലാം തന്നെ പ്രമുഖ അന്തർദേശീയ ബ്രാൻഡുകളായ ബെനറ്റൻ, ഗുച്ചി, സ്പൈസ് ഗേൾ, മോങ്ക്ലർ, വാൾമാർട്ട് തുടങ്ങിയ ലോകോത്തര കമ്പനികൾക്ക് വേണ്ടി ഷർട്ടുകളും ജീൻസുകളും പാവാടകളും തയ്ക്കുന്ന ചെറുകിട തൊഴിൽശാലകളായിരുന്നു. കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ഘടനയുടെ നെടും തൂണുകൾ എന്ന് പറയാവുന്നത് ഈ അപ്പാരൽ ഔട്ട്സോഴ്സിംഗ് ബിസിനസ്സാണ്. ചുരുങ്ങിയ ചെലവും പരിമിതമായ കൂലി കൊടുത്താൽ ലഭ്യമാകുന്ന അന്തസ്സില്ലാത്ത മനുഷ്യാധ്വാനവും ലളിതമായ തൊഴിൽ നിയമങ്ങളും അമേരിക്കയിലെയും യൂറോപ്പിലെയും കൊറിയയിലെയും ജപ്പാനിലെയും മറ്റു വൻകിട ഗാർമെന്റ്സ് ഭീമന്മാരെ ഇന്ത്യയിലും ചൈനയിലും ബംഗ്ലാദേശിലും ഉത്പാദനം നടത്താൻ നിർബന്ധിതരാക്കുകയായിരുന്നു. ഈ രാജ്യങ്ങളിലെ ചെറുകിട ഫാക്ടറികളിൽ തികച്ചും പരിമിതമായ സാഹചര്യത്തിൽ നടത്തപ്പെടുന്ന തുണി വ്യവസായം അവരുടെ ലാഭം 10 മടങ്ങായി വർദ്ധിപ്പിച്ചതോടെ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ഗാർമെന്റ്സ് ഔട്ട്സോഴ്സിംഗ് ഫാക്ടറികൾ ഈ രാജ്യത്തിലെ ചില പോക്കറ്റുകളിൽ വ്യാപകമായി തഴച്ചു വളർന്നു. ഏറ്റവും കുറഞ്ഞ കൂലിയിൽ തൊഴിലാളികൾ ലഭ്യമാകുന്നതും തൊഴിലാളി യൂണിയനുകളുടെ സ്വാധീനം ഏറ്റവും കുറവും ബംഗ്ലാദേശിലായതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ബംഗ്ലാദേശ് ഈ വൻകിട കമ്പനികളുടെ പറുദീസയായി മാറാൻ ഏറെക്കാലം എടുത്തില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന മിക്കവാറും എല്ലാ ഷർട്ടുകളും ട്രൗസറുകളും ജീൻസുകളും തുന്നിയെടുക്കുന്നതും ബട്ടൺ വെച്ച് പിടിപ്പിക്കുന്നതുമൊക്കെ ഇടുങ്ങിയ ഇരുണ്ട ഇടിഞ്ഞു വീഴാറായ പഴയ കെട്ടിടങ്ങളിൽ തുച്ഛമായ വാടക കൊടുത്ത് പ്രവർത്തിക്കുന്ന ധാക്ക നഗരത്തിലെ ചെറുകിട ഗാർമെന്റ് യൂണിറ്റുകളിൽ ഈ വിയർപ്പുശാലകളിൽ രാവിലെ 8 മുതൽ രാത്രി 10 മണിവരെ തുച്ഛമായ കൂലിയിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവരുടെ അധ്വാനമാണ് നമ്മൾ നഗരങ്ങളിലെ വൻകിട മാളുകളിലെ AC ഷോറൂമുകളിൽ നിന്നും പ്രീമിയം പ്രൊഡക്റ്റായി വാങ്ങുന്ന ജീൻസിലും ഷർട്ടിലും പുരണ്ടിരിക്കുന്നത്. അവരുടെ കണ്ണുനീരും വിയർപ്പും സ്വപ്നങ്ങളുമാണ് ഓരോ നൂലിലും കുടുക്കിലും ഇഴ ചേർന്നിരിക്കുന്നത്. ഇതിലെ 5-ാം അധ്യായമായ നേപ്പാൾ അതിർത്തി കടന്നെത്തുന്ന ചിലന്തികൾ എന്ന കഥയിൽ പറയുന്നത് ചൂഷണവൽക്കരിക്കപ്പെട്ട കാമവിശപ്പിനെ കരുണയില്ലാത്ത സമൂഹം എത്ര നീചമായാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന തിരിച്ചറിവാണ് നേപ്പാളിലെ ശ്രേഷ്ഠ ഭൂപൻ തമാങ് സ്വന്തം അനുഭവത്തിലൂടെ കാണിച്ചു തരുന്നത്. ഒരു പാവപ്പെട്ട നേപ്പാളി പെൺകുട്ടിയുടെ ജീവിതം തിരികെ പിടിക്കാനാവാത്ത വണ്ണം മാറിയതിന്റെ കഥ അതിജീവനത്തിന്റെ മറ്റൊരു മുഖമായി അനാവരണം ചെയ്യുന്നുണ്ട് ഇവിടെ. അവിടെയും സ്ത്രീ അവസ്ഥയുടെ നിസ്സഹായത ഞെട്ടലോടെ വായനക്കാർ തൊട്ടറിയുന്നു. ഇതോടൊപ്പം നേപ്പാളിന്റെ ദുരന്തങ്ങളെയും ആ സമൂഹത്തിന്റെ വേറിട്ട സ്വഭാവത്തെയും എഴുത്തുകാരി വിശദീകരിച്ചു തരുന്നുണ്ട്. ഇതിലെ 6-ാം അധ്യായം ഇന്ത്യ മരണഗന്ധമുള്ള പരുത്തിപ്പാടങ്ങൾ. ഇതിൽ കർഷക ആത്മഹത്യയെക്കുറിച്ചും പിന്നീട് അവിടുത്തെ സ്ത്രീകൾ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നും കാണിക്കുന്നു. വിത്തുകളും രാസവളങ്ങളും വിൽക്കുന്ന ഇടനിലക്കാർ എങ്ങനെയാണ് ഒരു കർഷകനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അവരെ ആത്മഹത്യ വരെ എത്തിക്കുന്നതെന്ന് വിവരിച്ചു തരുന്നു. ഈ ഇരകൾ നമുക്ക് പകർന്നു തരുന്നത് വലിയൊരു പാഠമാണ്. ഒരേ വേദനകളും ഒരേ സങ്കടങ്ങളും ഒരേ മുറിവുകളുമാണ് ഈ ദുരന്തങ്ങൾ. അതിർത്തികളുടെയും ഭൂപടങ്ങളുടെയും മതിലുകൾക്കപ്പുറം ജാതിമത ദേശവംശഭേദങ്ങളില്ലാതെ തങ്ങൾക്ക് എല്ലാവർക്കും നൽകിയതെന്ന തിരിച്ചറിവ്, സമാനതകളില്ലാത്ത മഹാദുരിതങ്ങളും പീഡനങ്ങളും മറികടക്കേണ്ടത് അതിരുകളില്ലാത്ത കരുണയിലൂടെയും സ്നേഹത്തിന്റെയും മൈത്രിയിലൂടെയും മാത്രമാണെന്ന തിരിച്ചറിവ്, അപഹരിക്കപ്പെട്ട ജീവിതത്തെയും ശബ്ദത്തെയും തിരിച്ചുപിടിക്കാൻ ശ്രമിക്കേണ്ടത് കൂടുതൽ ഇഴയടുപ്പമുള്ള മനുഷ്യബന്ധങ്ങളിലൂടെയാണ് എന്ന തിരിച്ചറിവാണ്. ഇതിലെ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്, യുദ്ധം കഴിഞ്ഞപ്പോൾ പല ഗ്രാമങ്ങളിലും ബാക്കിയായത് സ്ത്രീകൾ മാത്രമായിരുന്നു. സ്ത്രീകൾ മാത്രമുള്ള തെരുവുകൾ, സ്ത്രീകൾ മാത്രമുള്ള വീടുകൾ, സ്ത്രീകൾ മാത്രമുള്ള ഗ്രാമങ്ങൾ, അവരുടെ കരഞ്ഞ മുഖങ്ങൾ, ഭർത്താവ് നഷ്ടപ്പെട്ട, അച്ഛൻ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് സ്ത്രീകൾ, ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികൾ. അവർക്കിടയിൽ വീരനായകർ ഉണ്ടായിരുന്നില്ല. അവർ കരിഞ്ഞുപോയ കൃഷിയിടങ്ങളെ ഓർത്തു, മരിച്ചു വീണ പക്ഷികളെക്കുറിച്ചോർത്തു, വിഷമയമായ ആകാശത്തെക്കുറിച്ചോർത്തു. പക്ഷേ യുദ്ധചരിത്രത്തിന്റെ ഉന്മാദാഖ്യാനങ്ങളിൽ ഒരിക്കലും ജീവ അടക്കമുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ യുദ്ധകളങ്ങളിലേക്ക് ഇറങ്ങിയ സാഹസികരായ സ്ത്രീകളെക്കുറിച്ച് മാത്രം എഴുതി. യുദ്ധമുഖത്ത് മരിച്ചു വീണ യോദ്ധാക്കളെക്കുറിച്ചും. മനുഷ്യനാണ്, മനുഷ്യ ജീവിതമാണ് യുദ്ധത്തേക്കാൾ മഹത്തരമെന്ന് നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ ലോകം കണ്ടില്ല. അതുകൊണ്ടാണ് ജീവയെ കേൾക്കണമെന്ന് എനിക്ക് തോന്നിയത്. ആരുമറിയാത്ത അജ്ഞാതമായ ഒരു നേർസാക്ഷിയിലൂടെ, ഇരയിലൂടെ ചരിത്രം സംസാരിക്കട്ടെ.
ഇവരുടെ കഥകൾ വായിച്ചറിഞ്ഞ് വേദനിച്ചാൽ മാത്രം തീരുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. ഇരകളാക്കപ്പെടുന്ന പ്രക്രിയയെ സൂക്ഷ്മ പരിശോധനയിലൂടെ അറിഞ്ഞ് തിരുത്ത് കണ്ടെത്തുക മാത്രമാണ് വഴി. അധികാരത്തിന്റെ കരാളഹസ്തങ്ങളെ എങ്ങനെ തടയുമെന്ന വലിയ ചോദ്യത്തെ ഓരോ സമൂഹവും നേരിടണം. വീട്ടിലെയും നാട്ടിലെയും ദേശത്തിലെയും രാഷ്ട്രത്തിലെയും അധികാരങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ട്. ആണധികാരത്തിന്റെ ഉന്മാദങ്ങളെ ഊട്ടി വളർത്തുന്ന സാമൂഹ്യ ഘടന ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഞാനൊരു ചരിത്രകാരിയല്ല, മാധ്യമപ്രവർത്തകയല്ല, സാഹിത്യകാരിയല്ല, സാമൂഹ്യ ശാസ്ത്രജ്ഞയുമല്ല, വെറും ഒരു കേൾവിക്കാരി മാത്രമായിരുന്നു. അതിന്റെ പരിമിതികൾ ഈ പുസ്തകത്തിനുണ്ടാവും എന്ന് ഏറ്റുപറയട്ടെ എന്ന് എഴുത്തുകാരി സുധാ മേനോൻ നമ്മളോട് പറയുന്നുണ്ടെങ്കിലും ഇത് വായിക്കുന്ന ഏതൊരു വായനക്കാരനും മനോഹരമായ പദപ്രയോഗങ്ങളുടെ അമൃതവർഷം ഇതിൽ കാണാനാകും എന്നതിൽ ഒരു സംശയവുമില്ല. ചരിത്രവും ഭൂമിശാസ്ത്രവും ഇടകലർത്തി ഓരോ രാജ്യങ്ങളിലെയും പെൺജീവിതങ്ങൾ സുധാ മേനോൻ വരച്ചു കാട്ടുമ്പോൾ തകർന്നു പോകുന്നത് മനസാക്ഷിയുള്ള എന്നാൽ നിസ്സഹായരായ വായനക്കാരന്റെ ഹൃദയം കൂടിയാണ്. എങ്കിലും പലതുള്ളി പെരുവെള്ളം എന്ന് പറയും പോലെ ഹൃദയത്തെ നന്മയുള്ള ആർദ്രതയുള്ള എല്ലാ മനുഷ്യരും ഒത്തുചേർന്ന് ശ്രമിച്ചാൽ ഈ ദുരന്തങ്ങൾക്കൊക്കെ ഒരറുതി ഉണ്ടാവില്ലേ എന്ന് എന്നിലെ മനുഷ്യൻ ആശിച്ചു പോകുന്നു. യുദ്ധമില്ലാത്ത, ആരും ആരെയും ദ്രോഹിക്കാത്ത, മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചു കഴിയുന്നൊരു ഭൂമി ഞാൻ സ്വപ്നം കാണുന്നു, വെറുതെയെങ്കിലും. തീർച്ചയായിട്ടും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനെ നന്നായിട്ട് തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഇത് വായിച്ചു തീരുമ്പോൾ നമുക്ക് ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു പോയ ഓരോ ആൾക്കാരെ കുറിച്ചും നമ്മൾ ഓർത്ത് പിന്നീട് വേദനിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും. ഇതിൽ ഒരുപാട് നന്ദി ചിത്ര ശിവൻ, ഇങ്ങനൊരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയതിൽ. ഇത് എല്ലാവരിലേക്കും എത്തേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ്. രതീഷ്, നമുക്ക് ശരിക്കും ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇതിലൂടെ കടന്നു പോകുമ്പോൾ അവരനുഭവിക്കുന്ന വേദനകൾ, അത് ഒരിക്കലും ആ വേദനകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകത്തില്ല. അത്രത്തോളം ഇതിപ്പം വളരെ കുറച്ച് ആൾക്കാരുടെ കഥകൾ മാത്രം, 6 രാജ്യങ്ങളിൽ നിന്നുള്ള 6 സ്ത്രീകളുടെ കഥകൾ മാത്രമാണ് സുധാ മേനോൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അറിയാതെ പോകുന്ന എത്ര സ്ത്രീ ജന്മങ്ങളുണ്ട്, അറിയാതെ പോകുന്ന എത്ര മനുഷ്യ ജീവിതങ്ങളുണ്ട് ഇതുപോലെ കൊടിയ വേദനയിലൂടെ കടന്നു പോകുന്നവർ. ഇത് ശരിക്കും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തന്നെ ജീവിതത്തോട് വെറുപ്പ് തോന്നുന്നവരും ഇല്ലെങ്കിൽ എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നവരാണ്. പക്ഷേ ഈ ബുക്ക് ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ആൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനേ ആവില്ല. കാരണം എന്താണ് നരകയാതന എന്ന് അനുഭവിച്ചറിഞ്ഞ ആളുകളുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരിക്കും എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത്. തീർച്ചയായിട്ടും സുധാ മേനോൻ എഴുതിയ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. ശരിക്കും ഒരു വേദന നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. തീർച്ചയായിട്ടും നിങ്ങളും ഈ പുസ്തകം വായിക്കുക എന്നുള്ള കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു എഴുത്തുകാരി സുധാ മേനോനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ അവരോരോ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട്. ആ രാജ്യങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അവർക്ക് വേണ്ട രീതിയിൽ ഏതൊക്കെ തരം ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ഹെൽപ്പ് കൂടി ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ് സുധാ മേനോൻ. അപ്പൊ സ്ത്രീകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നെ തൊഴിൽ ചെയ്ത് അവർക്ക് വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു എഴുത്തുകാരി കൂടി തന്നെയാണ്. വെറും ഒരു കഥ എഴുതുക അല്ലെങ്കിൽ ആ കഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാത്രമല്ല, അവരുടെ കൂടെ നിന്ന് അവരുടെ അതിജീവനത്തിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് എഴുത്തുകാരി ശ്രമിക്കുന്നു എന്നുള്ള കാര്യം കൂടി തന്നെയുണ്ട്. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. എന്തായാലും ഇന്ന് സുധാ മേനോന്റെ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകളിലൂടെ നമുക്ക് തൊട്ടടുത്ത് പരിചയമുള്ള കുറേയധികം ആൾക്കാരെ കേട്ടറിയാനായിട്ട് സാധിച്ചു. അപ്പൊ ഈ പുസ്തകം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിച്ചറിയുക കൂടി ചെയ്യുക എന്നതാണ് റേഡിയോ ലൈബ്രറിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. അപ്പൊ ഈ ആഴ്ച അങ്ങനെ റേഡിയോ ലൈബ്രറി പൂട്ടുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥി മറ്റൊരു പുസ്തകമൊക്കെ ആയിട്ട് എത്തിച്ചേരാം. Stay tuned, Qatar's own radio station, Radio Malayalam 98.6 FM.